അങ്ങനെ ഡിഗ്രി പാസ്സായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് അത് പാസ്സായി. അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോവുകയാണ്. നാളെയാണ് ജോയിൻ ചെയ്യേണ്ടത്. നാട്ടിൽ കൂടെ അങ്ങനെ ബസ്സിൽ പോവാണ് ലാസ്റ്റായിട്ട്. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയിട്ടാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഒരാൾ ഇരുന്നിട്ടുണ്ട്, തമിഴ് വായിക്കണം. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റാണ് ഈ കാലത്ത്. ഇവരങ്ങനെ വായിക്കണ്ടേ, ഞാൻ വരെ നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് തമിഴേ അറിയില്ല, സംസാരിക്കാറിയാം. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. അവന്മാർ ഞാൻ അവിടെ നിന്ന് 2 ആൾക്കാരെ പരിചയപ്പെട്ടു, കൂട്ടുകാരനെ. അപ്പോൾ അവർ ഫുഡ് കൊണ്ട് തന്നു. അപ്പോൾ അത് കഴിക്കുക, നല്ല പൊതിച്ചോറായിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ അവിടെ ചൂടെടുത്തപ്പോൾ ഇവിടെ അങ്ങനെ വന്നിരിക്കുകയായിരുന്നു, ഡോറിൻ്റെ അവിടെയാണെങ്കിൽ നല്ല കാറ്റുണ്ട്, നല്ല മഴയും. അങ്ങനെ ഒസൂരാണ് ഇറങ്ങിയത്. എനിക്ക് ജോലി കിട്ടിയത് ബിടെമ്മിലായിരുന്നു. ഞാൻ ബസ്സിൽ കയറിപ്പോയിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കാണാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ നടന്ന് ഇവിടെ എത്തി. ഇപ്പോൾ ചന്താപുരം എത്തിക്കണം. നാരായണ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. അങ്ങനെ BMTC കയറി. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഫ്ലൈ ഓവറല്ല കയറിയത്. BTEMമിലെത്തി. പെട്ടെന്ന് പറന്നെത്തരുത്, നമ്മൾ അറിഞ്ഞില്ല ഒന്നും. ഫ്ലൈ ഓവറിൽ അങ്ങനത്തെ കൊണ്ടുണ്ട്. താഴത്തൂടെ പോയാൽ പെട്ടു. റൂമിലൊന്ന് വിശന്നിട്ട് ചപ്പാത്തിയും കറി ഉണ്ടാക്കി. കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നല്ലോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ചിലവ് എടുക്കണം, അങ്ങനെ ജീവിക്കാൻ പറ്റും.